എനിക്കൊരു റൊട്ടീൻ ബിൽഡ് ചെയ്യാൻ ഡിസിപ്ലിൻ ഒന്നുമില്ല, എൻ്റെ ഡിസിപ്ലിൻ സീറോ ആണ്. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ യു ആർ നോട്ട് ദ പ്രോബ്ലം, ദ സിസ്റ്റം ഈസ്. മിക്ക ആൾക്കാരും ഒരു പുതിയ റൊട്ടീൻ തുടങ്ങുന്ന സമയത്തോ ഒരു പുതിയ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തോ ദേ സ്റ്റാർട്ട് ഇറ്റ് ടു ബിഗ്. അതുകൊണ്ടാണ് അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ട് പോകുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കൊരു ടാർഗറ്റ് വെയിറ്റ്, എനിക്ക് 5 കിലോ കുറയ്ക്കണം. അപ്പം അങ്ങനെ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മിക്കവരും ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അത്രയും നാളുള്ള ഫുഡ് ഹാബിറ്റ്സും അത്രയും നാളുള്ള കുറെ ഹാബിറ്റ്സും എല്ലാം കൂടി അങ്ങ് നിർത്തും. എന്നിട്ട് നെക്സ്റ്റ് ഡേ മുതൽ എല്ലാം ആദ്യമേ തുടങ്ങാം എന്ന് പറഞ്ഞ ഒരു രീതിയിലായിരിക്കും. ആദ്യത്തെ ഒരു 5 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം മോട്ടിവേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഗോൾ സെറ്റ് ചെയ്ത ഒരു മൈൻഡ് സെറ്റ് ഉള്ള കാരണം ആദ്യത്തെ കുറച്ച് ദിവസം അങ്ങനെ തന്നെ പോകും. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും മോട്ടിവേഷനും എല്ലാം ആ വഴിക്ക് തന്നെ അങ്ങോട്ട് പോകും. കാരണം ദേ സ്റ്റാർട്ട് ഇറ്റ് ടു ബിഗ്. അങ്ങനെ അല്ല ഒരു റൊട്ടീൻ ബിൽഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇറ്റ്സ് വെരി ഒബ്വിയസ്. അപ്പം അധികം ഡിസിപ്ലിൻ ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് റൊട്ടീൻസ് ബിൽഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. മൊമെന്റം ബിൽഡ് ചെയ്താൽ മതിയോ? അപ്പൊ റൊട്ടീൻ വേണ്ടേ എന്നല്ല. ആദ്യം നമ്മൾ റൊട്ടീന് മുന്നേ ഒരു മൊമെന്റം ബിൽഡ് ചെയ്യണം. അതായത് നമ്മൾ ഇപ്പം ഒരു റൊട്ടീൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ഇപ്പൊ ഞാൻ നെക്സ്റ്റ് ഡേ മുതൽ 1 hour വർക്കൗട്ട് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ബ്രെയിൻ അത് പ്രോസസ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അത് നാളെ മുതൽ തുടങ്ങണ്ടേ, അല്ലെങ്കിൽ തുടങ്ങി നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അതിന് ഏറ്റവും നല്ലത് സ്മോൾ സ്റ്റെപ്സ് ആണ്. ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെക്കുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 months കഴിഞ്ഞ ഒരു എക്സാം ഉണ്ട്. അപ്പം അതിനു വേണ്ടി നിങ്ങൾക്ക് പഠിക്കണം. അപ്പോൾ ആ ഒരു എക്സാമിന് നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ടെന്ന് വെച്ചോ, എനിക്കിപ്പം ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 90% സ്കോർ ചെയ്യണം എന്നൊരു ടാർഗറ്റ് ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇത്ര മണിക്കൂർ എന്നും പഠിച്ചാലാണ് ഗോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നാളെ മുതൽ 5 മണിക്കൂർ 8 മണിക്കൂർ ഒറ്റയ്ക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നാളെ മുതൽ ഒരു 10 minutes പഠിക്കുക. ഒരു 1 week 10 minutes കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്ക് അത് കൂട്ടി കൂട്ടി വരിക, ഒരു 1 hour ആക്കുക. അപ്പം ഇത് നമ്മൾ അതിന് മുന്നേ തുടങ്ങണം അല്ലേ. അതുപോലെ ഇപ്പം നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാനാണ് അല്ലെങ്കിൽ ഫിറ്റ് ആവാനാണെന്നെങ്കിൽ ഇപ്പം നിങ്ങൾ ജിമ്മിൽ പോകുന്ന സമയത്ത് ആദ്യമേ മുതൽ 1 hour വർക്കൗട്ട് ചെയ്യണമെന്നില്ല. അതിന് പകരം നിങ്ങൾക്ക് എന്നും ഒരു 5 minutes 10 minutes ട്രെഡ്മില്ലിൽ ചുമ്മാ ഇരുന്ന് നടക്കാം. അപ്പം എന്നും അത് കണ്ടിന്യൂ ചെയ്യാം. ഒരു 1 week, ഒരു 1 month അല്ലെങ്കിൽ 2 month ഒക്കെ ജസ്റ്റ് നമ്മൾ ഡ്രസ്സ് ചെയ്ത് ആ ഒരു ആക്റ്റീവ് വെയറും എല്ലാം ഇട്ടിട്ട് ജിമ്മിൽ പോവുക. 10 minutes അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒന്ന് ഡമ്പലൊക്കെ ഒന്ന് പൊക്കി നോക്കി അല്ലെങ്കിൽ ട്രെഡ്മില്ലൊക്കെ ഒന്ന് നടന്ന് ജസ്റ്റ് ആ ഒരു മൊമെന്റം ബിൽഡ് ചെയ്യുക. അപ്പം നമുക്ക് എന്നും നമ്മളത് ശീലിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബ്രെയിനിന് തോന്നും ഓക്കെ ഇത് ഇത്ര അല്ലേ ഉള്ളൂ. എന്നിട്ട് ഗ്രാജുവലി പതുക്കെ പതുക്കെ അത് കൂട്ടി കൂട്ടി കൊണ്ടുവരിക. അത് നിങ്ങളുടെ ഒരു ടാർഗറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് 30 minutes ആണ് എന്ന് വർക്കൗട്ട് ചെയ്യേണ്ടെങ്കിൽ അവിടം വരെ എത്തുന്നവരെ ഇത് പതിയെ 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 കൊണ്ടുപോവുക. അപ്പോഴേക്കും നമ്മളൊരു ഹാബിറ്റ് ബിൽഡ് ആവും. റിമൂവ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു റൊട്ടീന് മുന്നേ നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും കാര്യങ്ങൾ. അതായത് ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനാണ്, നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത്, പഠിക്കാനാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബുക്ക് പെന്ന് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. തലേ ദിവസം സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് രാവിലെ ആണെങ്കിൽ നിങ്ങൾ തലേദിവസം സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഇപ്പം ഇന്ന് ഉച്ചയ്ക്കാണ് ഞാൻ പഠിക്കാതിരിക്കുന്നതെങ്കിൽ രാവിലെ തന്നെ എല്ലാം ഓർഡർ ആക്കി വെക്കുക. ബുക്ക് ഏത് സബ്ജക്റ്റാണ് പഠിക്കേണ്ടത് ആ ബുക്ക് എടുത്ത് വെക്കുക, പേന എടുത്ത് വെക്കുക, എല്ലാം എടുത്ത് വെക്കുക. അപ്പം കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ജിമ്മിൽ പോകാനാണെങ്കിൽ ആ ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ ജിമ്മിൽ പോകാനാണെങ്കിൽ നമ്മൾ ജിമ്മിൽ പോകാനുള്ള ഡ്രസ്സ്, ബാഗ്, പിന്നെന്താ പ്രോട്ടീൻ സംഭവങ്ങൾ, വെള്ളം, അങ്ങനെ സാധനങ്ങളൊക്കെ നമുക്ക് നേരത്തെ സെറ്റാക്കി വെക്കാം. അങ്ങനെ നമുക്ക് ആ ഒരു ടാസ്കിലേക്ക് കടക്കുന്നതിന് മുന്നേ ഉള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കാം. കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കെപ്പോഴും ഒരു ഹാബിറ്റ് തുടങ്ങാനായിരിക്കും ഏറ്റവും പാട്. ആ ഒരു തുടങ്ങി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ടഫായിരിക്കും. കുറെ ആൾക്കാർക്ക് അങ്ങനെയുണ്ട്. ചില ആളുകൾക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എപ്പോഴും ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണ് 2 minute റൂള്. നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നത് ജസ്റ്റ് 2 minute മാത്രം എന്ന ഒരു മൈൻഡ് സെറ്റിലായിരിക്കും ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഞാൻ പഠിക്കാൻ പോവാം, ഓക്കെ 2 minute മാത്രം പഠിക്കും, അല്ലെങ്കിൽ അത്രയും ടൈം ഞാൻ സ്പെൻഡ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അത്രയും ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുക, നമ്മൾ ഫോഴ്സ് ചെയ്ത് സ്പെൻഡ് ചെയ്യുക. നമ്മളത് ആ ഒരു കാര്യം ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ആയല്ലോ, നമുക്കൊരു മൊമെന്റം കിട്ടി, പിന്നെ കണ്ടിന്യൂ ചെയ്യാം എന്ന ഒരു സ്റ്റേറ്റിലേക്ക് ആവും. അതിന് വേണ്ടിയിട്ട് 2 minute റൂൾ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. വർക്കൗട്ട് ചെയ്യാൻ മടിയെന്നുണ്ടെങ്കിൽ
കുറച്ച് നേരം ചെയ്യാമെന്ന് മാത്രം വിചാരിച്ചിട്ട് അത് ചെയ്യുക. എന്നിട്ട് ആ ഒരു മൊമെന്റം ബിൽഡ് ചെയ്യാൻ അത് എളുപ്പമാണത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇറ്റ് വുഡ് ബി ബെറ്റർ. ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു എക്സിസ്റ്റിംഗ് ഹാബിറ്റിലേക്ക് ആ ഒരു പുതിയ ഹാബിറ്റ് ആഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് നമ്മുടെ ബ്രെയിനിന് കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ആയിരിക്കുമല്ലോ. നിങ്ങൾക്ക് എന്നും ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടായിരിക്കുമല്ലോ. ഫോർ എക്സാമ്പിൾ, എന്തിനാണ് നമ്മൾ ബ്രഷ് ചെയ്യുന്നത് വെച്ചോ, അപ്പൊ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പുതിയ ഹാബിറ്റ് ചെയ്യും എന്ന് നമ്മൾ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കാരണം ബ്രെയിൻ ഓൾറെഡി ഈ ഹാബിറ്റ് ഫെമിലിയർ ആണ്. ജെയിംസ് ക്ലിയറിന്റെ ഫേമസ് ബുക്കായ ആറ്റോമിക് ഹാബിറ്റ്സിലുള്ള ഒരു കൺസെപ്റ്റാണ് 2 minute റൂൾ എന്ന് പറയുന്നത്. അപ്പം അത് ഉദ്ദേശിക്കുന്നത് ഒരു ടാസ്കിനെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഡ്യൂറേഷനിലേക്ക് റെഡ്യൂസ് ചെയ്യാനാണ്. അതായത് ഇപ്പൊ 1 hour ചെയ്യേണ്ട ഒരു കാര്യം ഒരു കുറച്ച് ടൈമിലേക്ക്, അത് 2 minute റൂൾ എന്നാണ് അതിന്റെ കൺസെപ്റ്റ്. അത് നമുക്ക് നമ്മളുടെ ആവശ്യം അനുസരിച്ച് ഓൾട്ടർ ചെയ്യാം. പക്ഷെ കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ ചുരുക്കുക. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ബിൽഡിംഗ് മൊമെന്റം എന്ന്. ദാറ്റ് മീൻസ് ഷോയിങ് അപ്പ്. അപ്പം നമ്മളൊരു ജിമ്മില് ഫിറ്റ്നസിന്റെ കാര്യം പഠിക്കുകയാണെങ്കിൽ നമ്മളത് റെഡിയായി നിൽക്കുന്നതും ഇത് മീറ്റർ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ആ ഒരു കുറച്ച് ടൈമിലേക്ക് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. റിവാർഡ് അറ്റ് ദ എൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അതൊരു റിവാർഡ് വെച്ച് അപ്രീഷിയേറ്റ് ചെയ്യാം. അതായത് ഇപ്പം ഞാൻ 1 month ജിമ്മിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന കാര്യം ചെയ്യാം. അത് നിങ്ങളുടെ ഒരു ഇഷ്ടമായിരിക്കാം, കുറെ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യം. നിങ്ങളുടെ ഈ ഒരു ഹാബിറ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ചെറിയ ടോക്കൺ ഓഫ് അപ്രിസിയേഷൻ പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് റിവാർഡ്. അതായത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ഇപ്പൊ ഞാൻ 1 month ജിമ്മിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന കാര്യം ചെയ്യാം. അത് ചെറിയ കാര്യമായിരിക്കും, എന്തും ആവാം, അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ 1 month ജിമ്മിൽ പോയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഗോ വാച്ച് എ മൂവി, അല്ലെങ്കിൽ ഐ വിൽ ഗിഫ്റ്റ് മൈസെൽഫ് ദിസ് ഡ്രസ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡ്രസ്സ് മേടിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ ഗിഫ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഗിഫ്റ്റ് ചെയ്ത. അപ്പം അത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലല്ലോ, പെട്ടെന്ന് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് അല്ല, നമ്മളത് ഏൺ ചെയ്യുക ചെയ്തത്. അപ്പോൾ അത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷനേക്കാൾ നല്ലത് ലോങ്ങർ ഡ്യൂറേഷനിൽ ചെയ്ത് കിട്ടുന്ന ഒരു റിവാർഡാണ് നല്ലത്. അപ്പം ഇറ്റ്സ് എ ഗുഡ് തിങ്. ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിന് ക്ലാരിറ്റി വേണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ് ടോപ്പിക്കിൽ ഫർദർ എക്സ്പ്ലനേഷൻ, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ വേണമെങ്കിലോ, അല്ലെങ്കിൽ സെൽഫ് ഇംപ്രൂവ്മെന്റ്, മൈൻഡ് സെറ്റ്, അങ്ങനത്തെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി അറിയണമെങ്കിലോ അതുമായിട്ട് റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ അറിയണമെങ്കിലൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഐ വിൽ ഡെഫിനറ്റ്ലി മേക്ക് എ വീഡിയോ ഓൺ ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ യുവർ തോട്ട്സ്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നത്, ലൈക്ക് റൊട്ടീൻസ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്. ഐ എം ക്യൂരിയസ് ടു നോ. അപ്പോൾ നിങ്ങളുടെ തോട്ട്സ് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ഐ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു വിത്ത് ദാറ്റ്.